He claims pilot, but he is ground staff. And he claims single, but there is a marriage video on YouTube. ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷം നമ്മെ അത്ഭുതപ്പെടുത്തിയേക്കാവുന്ന ഒരു ഉപമ നൽകുന്നു, സത്യസന്ധതയില്ലാത്ത കാര്യസ്ഥന്റെ കഥ. ആദ്യം അന്യായമായി പ്രവർത്തിച്ച ഒരാളെ യേശുവിൻ എങ്ങനെ പ്രശംസിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഒരിക്കൽ പറഞ്ഞതുപോലെ, ക്രിസ്തു സത്യസന്ധതയില്ലായ്മയല്ല, മറിച്ച് ദീർഘവീക്ഷണത്തെയാണ് പ്രശംസിക്കുന്നത്. ഉപരിതലത്തിന് പുറത്തേക്ക് നോക്കാൻ യേശു ആഗ്രഹിക്കുന്നു. ചോദ്യം വഞ്ചനയെക്കുറിച്ചല്ല, മറിച്ച് ജ്ഞാനത്തെക്കുറിച്ചാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചത് നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. കഥയിൽ കാര്യസ്ഥൻ തന്റെ യജമാനന്റെ സ്വത്തിന് ഉത്തരവാദിയായിരുന്നു. ജോലി നഷ്ടപ്പെടാൻ പോകുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വേഗത്തിൽ പ്രവർത്തിച്ചു. അവൻ കടങ്ങൾ കുറച്ചു, സുഹൃത്തുക്കളെ ഉണ്ടാക്കി, തനിക്കായി ഒരു ഭാവി സുരക്ഷിതമാക്കി. ഈ ലോകത്തിലെ കുട്ടികൾ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ സ്വന്തം തലമുറയെ കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിമാനാണ് എന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ലൗകികരായ ആളുകൾ പലപ്പോഴും അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വലിയ വൈദഗ്ധ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ നിത്യമൂല്യമുള്ള കാര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അതേ ബുദ്ധിയും അതേ അടിയന്തിരതയും കാണിക്കുന്നുണ്ടോ? നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുന്നു. നമ്മുടെ പ്രശസ്തി സംരക്ഷിക്കുന്നു. ആശ്വാസം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയുടെ കാര്യത്തിൽ നാം മുൻകൂട്ടി ചിന്തിക്കുന്നു. എന്നാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, കരുണ, സേവനം എന്നീ സ്വർഗ്ഗത്തിലെ നിധികളെക്കുറിച്ച് നാം എത്രമാത്രം ചിന്തിക്കുന്നു? ദൈവരാജ്യത്തിനുവേണ്ടി നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും സൃഷ്ടിപരമായി ഉപയോഗിക്കുന്നതിന് കൃത്രിമത്വം കാണിക്കാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നില്ല, മറിച്ച് ജ്ഞാനികളും ജാഗ്രതയുള്ളവരുമായിരിക്കാനാണ്. യഥാർത്ഥ കാര്യസ്ഥത്വം പണത്തെക്കുറിച്ചോ സ്വത്തെക്കുറിച്ചോ മാത്രമല്ല. ദൈവം നമ്മുടെ സംരക്ഷണയിൽ നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സ്വാധീനം എന്നിവ ഉപയോഗിച്ച് നാം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അത്. ക്രിസ്തീയ കാര്യസ്ഥത്വം സജീവവും സൃഷ്ടിപരവുമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ആവശ്യങ്ങൾ നിറവേറ്റുക, ദരിദ്രരിലേക്ക് എത്തിച്ചേരുക, ഏകാന്തതയുടെയും നിരാശയുടെയും സ്ഥലങ്ങളിൽ ദൈവസ്നേഹം കൊണ്ടുവരാൻ നമുക്കുള്ളത് ഉപയോഗിക്കുക എന്നിവയാണ് ഇതിനർത്ഥം. ഇത് ജീവസുറ്റതാക്കാൻ സഹായിക്കുന്ന ഒരു കഥയുണ്ട്. ഒരു മിഷൻ സമൂഹത്തിൽ ഒരു കൂട്ടം വിശ്വസ്തരായ ആളുകൾ പ്രാർത്ഥനയിലും സേവനത്തിലും ഒരുമിച്ച് വളർന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു പുതിയ മനുഷ്യൻ എത്തി. അദ്ദേഹം ആകർഷകനും ബോധ്യപ്പെടുത്തുന്നതും വിജയിച്ചതായി തോന്നി. ഗ്രൂപ്പിനെ സഹായിക്കാൻ അദ്ദേഹം പണം പോലും നൽകി. താമസിയാതെ ആളുകൾ അദ്ദേഹത്തെ അവരുടെ നേതാവാക്കാൻ തക്കവണ്ണം വിശ്വസിച്ചു. എന്നാൽ അയാളുടെ മൃദുലമായ വാക്കുകളിൽ വഞ്ചന ഉണ്ടായിരുന്നു. അയാൾ പ്രായമായവരെ കഠിനാധ്വാനത്തിനായി അയച്ചു, അതേസമയം അയാൾ അംഗീകാരം നേടി. ഒരിക്കലും നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ജോലികളും വിവാഹങ്ങളും വാഗ്ദാനം ചെയ്തു. ഗ്രൂപ്പിന്റെ പേരിൽ പണം സ്വരൂപിച്ചെങ്കിലും അത് തനിക്കായി സൂക്ഷിച്ചു. അയാൾ ആളുകളോട് പറഞ്ഞു, ഞാൻ ഒരു പൈലറ്റാണ്, പക്ഷേ അയാൾ വിമാനത്താവളത്തിൽ നിലത്ത് ജോലി ചെയ്തു. ഞാൻ അവിവാഹിതനാണ് എന്ന് അയാൾ പറഞ്ഞു, പക്ഷേ അയാളുടെ വിവാഹ വീഡിയോകൾ എല്ലാവർക്കും കാണാൻ ഓൺലൈനിൽ ഉണ്ടായിരുന്നു. സുവിശേഷത്തിലെ കാര്യസ്ഥനെപ്പോലെ അയാൾ മിടുക്കനായിരുന്നു, പക്ഷേ അയാളുടെ മിടുക്ക് തന്നെ മാത്രം സേവിച്ചു. സത്യം വെളിച്ചത്തു വന്നപ്പോൾ അത് വേദനാജനകമായിരുന്നു. എന്നാൽ സമൂഹത്തെ നയിച്ച മിഷനറി പിന്തിരിഞ്ഞില്ല. ക്ഷമയും ധൈര്യവും കൊണ്ട് അദ്ദേഹം വഞ്ചന തുറന്നുകാട്ടി, ദുർബലരെ സംരക്ഷിച്ചു, സമഗ്രത പുനഃസ്ഥാപിച്ചു. യഥാർത്ഥ കാര്യസ്ഥൻ അങ്ങനെയാണ് കാണപ്പെടുന്നത്. എന്തെങ്കിലും വില നൽകേണ്ടി വന്നാലും ദൈവത്തിന്റേത് സംരക്ഷിക്കാൻ ധൈര്യമുള്ളവനായിരിക്കുക. നമ്മളിൽ ഓരോരുത്തരും ഒരു കാര്യസ്ഥനാണ്. ദൈവം നമ്മുടെ സംരക്ഷണത്തിൽ വിശ്വാസം, കുടുംബം, ജോലി, സമൂഹം എന്നീ ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ ക്രിസ്ത്യാനിക്കും സഭയുടെ ജീവിതത്തിലും ദൗത്യത്തിലും പങ്കെടുക്കാൻ കടമയുണ്ടെന്ന് മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാം എളുപ്പമാകുമ്പോൾ കാര്യസ്ഥത്വം തെളിയിക്കപ്പെടുന്നില്ല. പ്രലോഭനങ്ങളും ആശയക്കുഴപ്പങ്ങളും വരുമ്പോൾ അത് പരീക്ഷിക്കപ്പെടുന്നു. അതിനാൽ നമ്മൾ സ്വയം ചോദിക്കണം, ഞാൻ എന്റെ ദാനങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തിനാണോ അതോ എന്റെ സ്വന്തം ആശ്വാസത്തിനാണോ ഉപയോഗിക്കുന്നത്? പ്രാർത്ഥനയിലും സേവനത്തിലും ഞാൻ ഉദാരമതിയാണോ? ഞാൻ വേദനിപ്പിച്ചിടത്ത് ഞാൻ അനുരഞ്ജനം തേടുന്നുണ്ടോ? നിത്യതയ്ക്കായി പണിയുന്ന ഒരാളായി ഞാൻ ജീവിക്കുന്നുണ്ടോ അതോ താൽക്കാലികമായി മാത്രം ജീവിക്കുന്നോ? ലോക ബുദ്ധിശക്തിക്ക് അപ്പുറത്തേക്ക് പോയി ആത്മീയ ജ്ഞാനത്തോടെ ജീവിക്കാൻ യേശു നമ്മെ വിളിക്കുന്നു. അതിനർത്ഥം ശരിയായ കാര്യങ്ങൾക്കായി അപകടസാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറാക്കുക എന്നാണ്. അസൗകര്യമുണ്ടാകുമ്പോൾ പോലും സേവിക്കുക, നിശബ്ദത എളുപ്പമാകുമ്പോൾ സത്യം സംസാരിക്കുക, മറ്റുള്ളവർ തിരിഞ്ഞുനോക്കുമ്പോൾ ദുർബലരെ പ്രതിരോധിക്കുക. കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ ഒരിക്കൽ പറഞ്ഞു, നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, പക്ഷേ നമുക്ക് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. അതാണ് സുവിശേഷത്തിന്റെ ജ്ഞാനം. ലളിതം, എളിമ, ശക്തം.
അതിനാൽ ഇന്ന് കർത്താവ് നമ്മുടെ മുന്നിൽ ഒരു തിരഞ്ഞെടുപ്പ് വെക്കുന്നു. വഞ്ചനയും അനീതിയും നമ്മെ വലയം ചെയ്യുമ്പോൾ നമുക്ക് നിശബ്ദത പാലിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തരായ കാര്യസ്ഥന്മാരാകാം. സത്യസന്ധതയേക്കാൾ തന്ത്രത്തിന് പലപ്പോഴും പ്രതിഫലം നൽകുന്ന ഒരു ലോകത്ത് സൃഷ്ടിപരവും ജാഗ്രതയുള്ളതും ധീരവുമായ ശിഷ്യന്മാരാകാം. വ്യക്തമായി കാണാനും സത്യസന്ധതയോടെ പ്രവർത്തിക്കാനും നമ്മെ സഹായിക്കുന്നതിന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ ദാനങ്ങളിൽ നാം ജ്ഞാനികളായിരിക്കട്ടെ, നമുക്കുള്ള അനുഗ്രഹങ്ങളിൽ ഉദാരമതികളായിരിക്കട്ടെ, സ്നേഹത്തിൽ നിർഭയരായിരിക്കട്ടെ. അതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നീ ഞങ്ങളെ സമയം, കഴിവുകൾ, നിധി എന്നിവ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവ ഞങ്ങളുടെ സ്വന്തം നേട്ടത്തിനല്ല, മറിച്ച് നിങ്ങളുടെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക. സത്യം കാണാനുള്ള ജ്ഞാനവും തെറ്റിനെ നേരിടാനുള്ള ധൈര്യവും ഹൃദയങ്ങളെ മാറ്റുന്ന സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ നിന്റെ കൃപയുടെ വിശ്വസ്തരായ ഗൃഹവിചാരകന്മാരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ. ആമേൻ. Echoes of the Word. Share, like, comment, and subscribe.